തകില് കൊട്ടാമ്പുറത്തിലെ ഈ ഗാനം മാത്രം മതി ദർശൻ രാമൻ എന്ന സംഗീത സംവിധായകനെ അറിയാൻ. ഹൃദയഹാരിയായ ഗാനം കൊണ്ട് സിനിമാ ലോകത്തിന് മാത്രമല്ല ആ കാലത്തെ സംഗീത പ്രേമികളുടെയെല്ലാം സ്നേഹ ആദരങ്ങൾ ഏറ്റുവാങ്ങി ഇദ്ദേഹം. പാട്ട് കേട്ടവർ ചലച്ചിത്ര സംഗീത ലോകത്ത് ഇനി ദർശൻ രാമന്റെ കാലമാണ് വരാൻ പോകുന്നതെന്ന് വിശ്വസിക്കുക പോലും ചെയ്തു. ഒരിക്കലും മറക്കാൻ വയ്യാത്തൊരു സംഭവമാണത്. ദാസേട്ടൻ ഉൾപ്പെടെ ഇരുന്ന് അത് പ്ലേ ബാക്ക് ചെയ്ത് കേൾക്കുകയാണ്. കാലങ്ങളും അല്ല ഭാഷകളും ഒന്നും അസംസ്കാരം ഒന്നും അറിഞ്ഞുകൂടാത്ത അതിന് വായിച്ച ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ സകലവരും ഈ പാട്ട് റീപ്ലേ ചെയ്ത് ഇവൻ കരയുകയായിരുന്നു. അതിലെനിക്ക് ഏറ്റവും തോന്നിയത് എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ എത്രയോ ഗാനങ്ങൾ ആലപിച്ച ദാസേട്ടൻ തന്നെ സ്വന്തം ശബ്ദം റീപ്രൊഡ്യൂസ് ചെയ്ത് കേട്ടപ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 40-45 പടത്തോളം ഞാൻ ചെയ്തു. 83 മദ്രാസൊക്കെ വിട്ട് ഇവിടെ വന്നു 83 കിളിക്കൊഞ്ചൽ വർക്ക് ചെയ്യുന്നു. അതിൽ പ്രത്യേകിച്ച് ഞാനും ബ്രദറും കൂടെ ബിജു ചേട്ടനും കൂടെ ചെയ്യുന്ന ആദ്യത്തെ പടമാണത്. പെയ്യാതെ പോയ മേഘമേ നീലമേഘമേ വേഴാമ്പലി മരുഭൂമിയിൽ വിതുമ്പുന്നു പിന്നെയും. സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ സംഗീത സംവിധായകനാണ് ഈ കലാകാരൻ. മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടും ജനപ്രീതി നേടിയിട്ടും സിനിമയിൽ തിരക്കുള്ള ഒരാളായില്ല ഇദ്ദേഹം. ഒരു സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കലാകാരന്. ചലച്ചിത്ര ലോകം വിട്ട് തന്റെ സംഗീതവുമായി പാട്ടിന്റെ മറ്റൊരു മേഖലയിലേക്ക് നീങ്ങുകയായിരുന്നു പിന്നീട് ഇദ്ദേഹം. സ്വാഭാവികമായിട്ടും ആ ഒരു സോങ്ങും മാത്രമല്ല പടവും കയറി ഹിറ്റായി. ഒരു 10 അന്നേ ദിവസം അന്നക്കാലത്ത് 50-60 ദിവസം ഓടുക എന്ന് പറഞ്ഞൊരു നല്ലൊരു വിജയമാണ്. അന്ന് 75 ദിവസത്തോടെ ആ പടം ഓടി. അങ്ങനെ ഒരു പടത്തിൽ ഇത്രയും സൂപ്പർ ഹിറ്റായിട്ട് പാട്ടും വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെടുകയാണ് എന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, സമയദോഷമായിരിക്കാം. എന്തായാലും പിന്നീട് ചെയ്ത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ സൂര്യനെ മോഹിച്ച പെൺകുട്ടി എന്ന പടം ഉൾപ്പെടെ എനിക്കിത് എന്നും വേദനയായിട്ടുള്ള ആ പടമാണ്. കാരണം അതിലെ പാട്ട് ഇറങ്ങാത്തതില്ല. ആ പടം ഉൾപ്പെടെ ഉള്ള പല പടങ്ങളും ഇറങ്ങിയില്ല. അതിനെനിക്ക് വിഷമമുണ്ട്. ആ സമയത്താണ് ദാസേട്ടൻ വിളിക്കുന്നത്. ദാസേട്ടൻ വിളിച്ചിട്ട് തരങ്കിണി കാസറ്റ്സിന് വേണ്ടി ദാസേട്ടൻ എടുത്ത് പറഞ്ഞു ഒരു വിഷാദഗാനം. കാരണം ഈ സ്വപ്നങ്ങളിൽ കഴിഞ്ഞപ്പോൾ എന്നെ ഒരു വിഷാദ കമ്പോസറാക്കിയല്ലേ ഇവിടെ. അങ്ങനെ ഒരു തരങ്കിണി ആൽബമായിട്ട് വിഷാദഗാനങ്ങൾ എന്ന് പറയുന്ന ഒരു ആൽബം അത് ഇന്നും ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇറങ്ങി നന്നായിട്ട് ശ്രദ്ധിക്കുന്നൊരു പടം ബാലചന്ദ്രമേനോനായിട്ടുള്ള എൻ്റെ ആദ്യത്തെ സംരംഭമാണ് മണിച്ചപ്പ് തുറന്നപ്പോൾ. അതിനകത്ത് കമോകര സാറ്, ബാലഗോപാലൻ തമ്പി, ദാസേട്ടൻ, ജാനകി ദേവി ഒക്കെ പാടിയിട്ടുണ്ട്. ആ വർഷം തന്നെയാണ് മോഹൻലാൽ അഭിനയിച്ച 10-ാം ഉദയം ഞാൻ ചെയ്യുന്നത്. ശശികുമാർ സാറിൻ്റെ ആദ്യത്തെ പടം ഞാനും കൂടെ ചേരുന്ന ആദ്യ ഒരു പടമാണത്. അതിനകത്ത് പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. മംഗളം പാടുന്ന സംഗീതം, നവവത്സരം വാഴ്ത്തുന്ന സന്ദേശം. വിഷാദഗാനങ്ങളുടെ ശില്പി എന്നറിയപ്പെട്ട സംഗീത സംവിധായകൻ പക്ഷേ വേറിട്ട പാട്ടുകൾ ഒരുക്കിയും സിനിമാ ആസ്വാദകരെ ആനന്ദിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഗാനങ്ങൾ ദർശൻ രാമനിൽ നിന്നും മലയാളത്തിന് ലഭിക്കുമായിരുന്നു. തകില് കൊട്ടാമ്പുറം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു എക്സ്പെക്റ്റേഷൻ ആ പടമായിരുന്നു. അവിടെയും നമ്മുടെ സമയം ശരിയായില്ല എന്ന് പറഞ്ഞാൽ മതിയല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ചേട്ടനും കൂടെ ഒന്ന് രണ്ട് പടം ചെയ്തു. പക്ഷെ അത് വന്നില്ല, അത് റിലീസായില്ല. ഒന്ന് പിന്നെ ചേട്ടൻ ഞങ്ങളും കൂടെ ചെയ്തിരുന്ന ഒരു 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 കണ്ണനെക്കുറിച്ചൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടും മറന്നു, പിന്നൊന്നും ചെയ്തില്ല, പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ചേട്ടൻ മദ്രാസ് തന്നെയായിരുന്നു, ഞാനിവിടെ പോകും. മദ്രാസ് ആകുമ്പോൾ ചേട്ടൻ മിക്കവാറും ഇവിടെ ആയിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റാതായി. അതിനുശേഷം 85 ലാസ്റ്റിലാണ് 10-ാമത് ചെയ്യുന്നത്. ആ വർഷം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ലൂസ് അരപ്പിരി ലൂസ്.
അതൊരു കോമഡി പിക്ചറായിരുന്നു 10. പക്ഷേ അതിനകത്ത് അതിനകത്തൊരു പാട്ടുണ്ടായിരുന്നു. ദാസേട്ടനും ബാലഗോപാലൻ തമ്പിയും മരിച്ചുപോയ വിൻസെൻറ്റ് ഗോമസും കൂടിയാണ് ആ പാട്ട് പാടിയത്. കള്ളന്മാരെ, കേടികളെ, കമൻ്റടിക്കാരെ, വില്ലാളികളെ, ജഗജില്ലികളെ, ജാഗ്രത 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 ജാഗ്രത. കള്ളന്മാരെ, കേടികളെ, കമൻ്റടിക്കാരെ, വില്ലാളികളെ, ജഗജില്ലികളെ, ജാഗ്രത ജാഗ്രത ജാഗ്രത. ദർശൻ രാമൻ സ്വന്തം ഹൃദയരാഗങ്ങൾ ചേർത്ത് വച്ച് മലയാളത്തിന് സമ്മാനിച്ചത് 100-ലധികം ഗാനങ്ങളാണ്. പക്ഷേ അവയിൽ പലതും മറ്റ് സംഗീത സംവിധായകരുടേതായി തെറ്റിദ്ധരിക്കുന്ന ഒരു ആസ്വാദക സമൂഹവും ഇവിടെയുണ്ട്. സ്വന്തം പാട്ടുകളുടെ ക്രെഡിറ്റ് മറ്റുള്ളവർക്കായി കൈമറിഞ്ഞു പോയ ദൗർഭാഗ്യം ദർശൻ രാമനെ പോലെ മറ്റാർക്കും ഉണ്ടാവില്ല. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്യുന്ന മേജർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ മേനോൻ്റെ തന്നെ ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ. അത് നല്ലൊരു ഇതായിരുന്നു. ഞങ്ങളുടെ കൊച്ചു ഡോക്ടറിലെ സൂപ്പർ ഹിറ്റായ പാട്ടാണ് ഒന്ന്. മേഘങ്ങൾ തേൻകുടങ്ങൾ മോഹങ്ങൾ പൂവനങ്ങൾ.